ഹായ് സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായാലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് ഞാനൊരു പാലട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അതിന്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന്. കാര്യം എല്ലാവർക്കും പാലടയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെങ്കില് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് ആ രീതി ഞാൻ ഇന്നൊന്ന് കാണിക്കാമേ. ഇനി ഞാൻ പാലട ഉണ്ടാക്കുന്ന വേറൊരു ആവശ്യത്തിന് വേണ്ടിയാ, പായസമായിട്ട് കുടിക്കുന്നതിന് വേണ്ടിയല്ലേ. അപ്പൊ അതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ അതിനായിട്ട് 200 ഗ്രാമിന്റെ അരി പാലടയാണ് എടുത്തത്. അത് നല്ലതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി ഒന്ന് അടച്ചു വെച്ച് പരുവത്തിന് വേവിച്ചിട്ട് അതിലെ പശപ്പൊക്കെ പിന്നെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച്, സാധാരണ വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം ഒന്നുമല്ല കേട്ടോ, അങ്ങനെ അതിന്റെ പശപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുകയാണ്. കട്ടകളൊക്കെ ഇല്ലാതെയാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പരുവത്തിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു കട്ടിയുള്ള പാൻ, അതായത് അടിക്കട്ടിയുള്ള ഒരു പാനിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കാരമൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇളക്കുന്നൊന്നുമില്ല, ഒന്ന് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കും സ്പൂണും കൊണ്ട്. കാര്യം അത് കൂടിക്കിടന്നാലും എല്ലാം അടിയിലടി കിടക്കുന്ന അങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഒന്ന് നിരത്തി ഇടാമെങ്കിൽ എല്ലാം ഒരേപോലെ കാരമലായി വരുമേ. അതിനു വേണ്ടിയേ ഇതേപോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇത്രയും കളർ മതി. അതിന്റെ ആ സെന്റർ ഭാഗം കുറച്ചുകൂടെ ഒന്ന് അലിഞ്ഞു വരാനുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക്. ഒരുപാട് അങ്ങ് കരിയാകല്ലേ, അപ്പൊ അത് കരി ചുവയ്ക്കുമേ. ബട്ടർ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കണ്ടോ, ഈ പരുവത്തിലൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂട് പാലാ കേട്ടോ, ഒന്ന് ചൂടാക്കി വെച്ചിരുന്ന പാലാണ്. ആ പാല് ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കണേ. കാര്യം കാരമൽ ചെയ്തപ്പോൾ എന്തെങ്കിലും കട്ടിയായിട്ട് വല്ലതും വരുവാണെങ്കിൽ അതൊന്ന് അലിയുന്നത്രയും നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കണം. തിളപ്പിച്ച പാലായതുകൊണ്ട് വീണ്ടും തിളയ്ക്കേണ്ട ആവശ്യമില്ല. അഥവാ തിളയ്ക്കണമെങ്കിൽ എളുപ്പം അങ്ങ് തിളയ്ക്കുകയും ചെയ്തോളുമേ. ഈ പരുവത്തില് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടതായിട്ടുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിന്റെ അനുസരിച്ച്, മധുരം ഇല്ലെന്ന് വരില്ല ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് ഞാൻ ആദ്യം കാരമൽ ചെയ്തിരുന്നു. അതിനുശേഷം കട്ടയൊന്നുമില്ലാതെ ആ പാലട വേവിച്ച് വെച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, കട്ടയൊന്നും ഉണ്ടാകല്ലേ, കട്ടയില്ലായിരുന്നു അതില്, കാര്യം പശപ്പൊക്കെ പോയതല്ലേ. നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം പാല് കൂടുതലായിട്ടുണ്ട്. പാലിന്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ്. ചിലർക്ക് നല്ല കൊഴുത്തിരിക്കണം, ചിലർക്ക് അത്രയും കൊഴുത്ത് വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം. അതിന്റെ അനുസരിച്ച് പാല് ചേർത്താൽ മതി. ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ മധുരമുള്ള എന്തിനും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പിട്ട് കൊടുത്തു. ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്തു. ഒരു 2 ഏലക്ക അല്ലാതെ ഒന്ന് ചതച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി, കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടും കിസ്മസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടാം. ഞാനിത് സാധാരണ പായസം പോലെ കുടിക്കുന്നതിന് വേണ്ടിയല്ല കേട്ടോ. അതിനുശേഷം കുറച്ച് ഒരു 2 സ്പൂൺ നെയ്യൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന ബോളിയുടെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അത് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനിയും കൂടുതൽ വേവാനും ഒന്നുമില്ല, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. ഇല്ലെന്ന് വരും, ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ബോളിക്ക് വേണ്ടി ആയതുകൊണ്ട് കൂടുതൽ ഞാൻ ലൂസ് ആക്കുന്നില്ല, അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം.